ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദുഃഖവെള്ളിയെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈസ്റ്ററിന് തൊട്ടു മുൻപുള്ള വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളിയാഴ്ചയായി ആചരിക്കുന്നു. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിൻ്റെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കാൽവരി മലയിലെ കുരിശുമരണത്തിൻ്റെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. പാശ്ചാത്യ സഭകൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും പോളണ്ട് സഭ, യവന സഭ, സുറിയാനി സഭ എന്നീ ഓർത്തഡോക്സ് സഭകൾ ഈ ദിവസത്തെ വലിയ വെള്ളിയാഴ്ച ഗ്രേറ്റ് ഫ്രൈഡേ എന്നും വിളിക്കുന്നു. കേരളത്തിലെ സുറിയാനി സഭകൾ ഹാശ ആഴ്ചയിലെ അഥവാ കഷ്ടാനുഭവ ആഴ്ചയിലെ ഈ വെള്ളിയാഴ്ചയെ ഹാശ വെള്ളി എന്നും വിളിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ചാണ്. ക്രിസ്തുമതം മാറിപ്പോയതാണ്. ക്രിസ്തുമതത്തിൻ്റെ ആരംഭകാലത്ത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കാളേറെ ഉയർത്തെഴുന്നേൽപ്പാണ് ഭക്തി പുരസ്സരം അനുസ്മരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ AD 2-ാം ശതകത്തിൽ യേശുക്രിസ്തു കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞ 40 മണിക്കൂറുകളുടെ ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. AD 3-ാം ശതകത്തിൽ ഈസ്റ്റർ ആഘോഷം വെള്ളിയാഴ്ച ആരംഭിക്കുന്ന പതിവ് നിലവിൽ വന്നു. 6-ാം ശതകം വരെ റോമിൽ വളരെ ലളിതമായ ചടങ്ങുകളോടുകൂടി ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചിരുന്നത്. ബൈബിൾ വായനയും പ്രാർത്ഥനയും മാത്രമാണ് ഈ ചടങ്ങുകളിൽ നടന്നിരുന്നത്. ആദിമ ക്രൈസ്തവരുടെ കാലം മുതൽ തന്നെ ദുഃഖവെള്ളി ആചരിച്ചു പോന്നിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട്. AD 4-ാം ശതകത്തിൽ ജെറുസലേമിലെ ക്രൈസ്തവർ ദുഃഖവെള്ളിയാഴ്ച ദിവസം രാവിലെ കാൽവരിയിലെത്തുകയും പീഡാനുഭവ വിവരണം ശ്രവിക്കുകയും ചെയ്തിരുന്നു. യേശുദേവൻ മരണം വരിച്ചതെന്ന് കരുതപ്പെടുന്ന കുരിശിൻ്റെ അവശിഷ്ടത്തിൽ വിശ്വാസികൾ ചുംബിക്കുകയും മൗന പ്രാർത്ഥന നടത്തുകയും പതിവാക്കി. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ അവർ വീണ്ടും കാൽവരിയിൽ സമ്മേളിക്കുകയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് കുരിശുമരണത്തെ സംബന്ധിച്ച ഭാഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട സങ്കീർത്തനങ്ങളും വായിച്ചു കേൾക്കുകയും ചെയ്തു വന്നു. 7-ാം ശതകത്തോടുകൂടി ജെറുസലേമിലെ ആചാരങ്ങൾ റോമിലും നടപ്പാക്കപ്പെട്ടു. 118-ാം സങ്കീർത്തനം പാടുന്ന വേളയിൽ വിശുദ്ധ കുരിശിൻ്റെ അവശിഷ്ടം ഘോഷയാത്രയായി ബസലിക്കയിലേക്ക് കൊണ്ടുപോകുന്ന പതിവ് നിലനിന്നിരുന്നു. ഇപ്രകാരം വിശുദ്ധ കുരിശിനെ ആരാധിക്കുന്ന പതിവ് മറ്റു ദേശങ്ങളിലേക്കും പ്രചരിച്ചു. കുരിശു കുമ്പിടൽ എന്നറിയപ്പെടുന്ന ഈ ആചാരത്തിന് ലത്തീൻ ആരാധനക്രമത്തിൽ ഇന്നും വളരെ പ്രാധാന്യം ഉണ്ട്. ചില കത്തോലിക്ക ദേവാലയങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ അവശിഷ്ടം സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ സാധാരണ മരക്കുരിശാണ് കുമ്പിടലിനായി ഉപയോഗിച്ചിരുന്നത്. ക്രൂശിതനായ യേശുവിന് കുടിക്കുവാൻ പുളിച്ച വീഞ്ഞ് നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ കയ്പുവെള്ളം കുടിക്കുന്ന പതിവുണ്ടായിരുന്നു. കാലക്രമേണ ദുഃഖവെള്ളിയാഴ്ച ചടങ്ങുകളുടെ വൈവിധ്യം വർദ്ധിച്ചു. പുരാതന കാലത്ത് ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം ശുശ്രൂഷ നടത്തുന്ന പതിവ് ഇല്ലായിരുന്നു. AD 8-ാം ദശകത്തോടുകൂടി അന്നേ ദിവസത്തെ കുർബാന സ്വീകരിക്കുവാൻ തൽപരരായ വ്യക്തികൾക്ക് അതിനുള്ള അനുവാദം ലഭിച്ചിരുന്നു. പിൽക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കുർബാന കൊള്ളുവാൻ അനുവദിക്കുന്ന രീതി ആരംഭിച്ചു. മധ്യകാലഘട്ടത്തിൽ പുരോഹിതർ കുർബാന സ്വീകരിക്കുകയും ദിവ്യബലി പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം അർപ്പിക്കുകയും ചെയ്യുന്ന പതിവ് നിലവിൽ വന്നു. ക്രമേണ ബൈബിൾ പാരായണം, പ്രാർത്ഥന, കുരിശു കുമ്പിടൽ, പ്രത്യേക ശുശ്രൂഷ തുടങ്ങിയവയെല്ലാം ദുഃഖവെള്ളിയാഴ്ച രാവിലെ നടത്തി തുടങ്ങി. AD
16-ാം ശതകത്തോടുകൂടി കുരിശിൻ്റെ വഴി ആസ്പദമാക്കിയുള്ള ധ്യാനവും ക്രിസ്തുവിൻ്റെ അന്ത്യവചനത്തിന് കേന്ദ്രീകരിച്ചുള്ള 3 മണിക്കൂർ ആരാധനയും ആരംഭിച്ചു. ക്രിസ്തുവിൻ്റെ അന്ത്യവചനങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രൊട്ടസ്റ്റൻ്റ് ദേവാലയങ്ങളിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. സാധാരണയായി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ഇനി ആധുനിക കാല ചടങ്ങുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകളും യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളുടെ വായനയും ഉണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ ദിവസം ഉപവാസ ദിനമായി ആചരിക്കുന്ന പതിവുണ്ട്. കുരിശിൽ കിടന്ന് ദാഹിക്കുന്നു എന്ന് വിലപിച്ച യേശുവിന് കയ്പുനീർ കുടിക്കാൻ കൊടുത്തതിൻ്റെ ഓർമ്മയിൽ വിശ്വാസികൾ കയ്പുനീർ രുചിക്കുന്ന ആചാരവും ഉണ്ട്. സഭകളുടെ അംഗീകൃത ആചാരമല്ലെങ്കിലും ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ വർഷം തോറും വിശ്വാസികൾ ദുഃഖവെള്ളിയാഴ്ച ദിവസം പ്രതീകാത്മക കുരിശേറൽ നടത്താറുണ്ട്. കത്തോലിക്ക സഭയുടെ ആചാരങ്ങളിൽ യേശുവിൻ്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിൻ്റെ വഴി ഈ ദിവസത്തെ ആചാരങ്ങളിൽ മുഖ്യമായതാണ്. കേരളത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായ മലയാറ്റൂർ, വയനാട് ചുരം, കുരിശുമല തുടങ്ങിയ ഇടങ്ങളിൽ വലിയ കുരിശും ചുമന്ന് കാൽനടയായി മല കയറി പരിഹാര പ്രദർശനം നടത്തുന്ന വിശ്വാസികളുടെ നീണ്ട നിര കാണാം. ഓർത്തഡോക്സ് സഭകൾ ദീർഘമായ ശുശ്രൂഷയോടുകൂടി ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നു. ദേവാലയത്തിന് പുറത്തും അകത്തുമുള്ള പ്രദർശനങ്ങൾ, കുരിശു കുമ്പിടൽ തുടങ്ങിയ ചടങ്ങുകളും നടത്തപ്പെടുന്നു. വിശ്വാസികൾ ചൊറുക്ക എന്ന് വിളിക്കുന്ന കയ്പുനീര് കുടിക്കുന്ന പതിവും ഉണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ സഭകളിൽ വിപുലമായ ചടങ്ങുകളില്ലെങ്കിലും അനുതാപ പ്രാർത്ഥനകളോടൊപ്പം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹത്തിൻ്റെയും രക്ഷാകര പദ്ധതിയുടെയും ആധാരമാക്കിയുള്ള പ്രഭാഷണങ്ങൾ, കുരിശിലെ 7 മൊഴികളെ അടിസ്ഥാനമാക്കിയുള്ള ലഘുപ്രഭാഷണങ്ങളും ഈ ദിവസം നടത്താറുണ്ട്. എന്നാൽ ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെടുന്ന ചില സഭകൾ ദുഃഖവെള്ളിയാഴ്ച ആചരണത്തെ എതിർക്കുകയും തികച്ചും വിജാതീയമായ ഒരു ചടങ്ങായി ഇതിനെ കരുതുകയും ചെയ്യുന്നു. അതുപോലെ ചിത്രസഞ്ചയം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ചിത്രസഞ്ചയം എന്ന് പറഞ്ഞാൽ കുരിശുമായി ഗാർത്തൂരിലേക്ക് പോകുന്ന ഒരു ക്രൈസ്തവ രചനയാണ് അത്. അപ്പോൾ ഈ ചാനലിൽ ഇത്രയും ഞാൻ പറയാൻ വന്നത് ദുഃഖവെള്ളിയാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോ ഈസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും. എല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.